بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين ما بعد فنسأل الله تبارك وتعالى أن يمن علينا بالعلم النافع والعمل الصالح ويرزقنا الإخلاص في القول والعمل. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂടിയിരുത്തം നാളെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു പ്രതിഫലമായി മാറ്റുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇവിടെ തുടങ്ങി വെച്ചത് അൽ ഉർജൂസത്തുൽ മീഇയ്യ ഫീ ദിക്രി ഹാലി അഷ്റഫിൽ ബരിയ്യ എന്ന് പറയുന്ന ഒരു കവിതയായിരുന്നു. ഇമാം ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി റഹിമഹുല്ലാ അദ്ദേഹം രചിച്ച ഒരു കവിതയാണ്. അതിൽ നമ്മൾ രണ്ട് ദറസുകളിൽ പറഞ്ഞത്, ഒന്ന് ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി റഹിമഹുല്ലയെ കുറിച്ചും അദ്ദേഹത്തിന്റെ ജീവിതം ചെറിയ രൂപത്തിൽ നമ്മൾ പറഞ്ഞു. പിന്നീട് നമ്മൾ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവുമായി ബന്ധപ്പെട്ടായിരുന്നു. അൽഹംദുലില്ലാഹ്, അതായിരുന്നു നമ്മൾ രണ്ട് ദറസുകളിലായി പറഞ്ഞത്. ഇനി നമുക്കിന്ന് എടുക്കാനുള്ളത് 4 ബൈത്തുകളാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ സഹോദരൻ സഅദ് അത് പാരായണം ചെയ്യും. ووافق 20 من نيسان وقبله حين أبيه حانا وبعد 2 غدا فطيما جاءت به مرضعه سليما حليمة لأمه وعادت لأهلها كما أرادت فبعد 2 انشقاق بطنه وقيل 4 من سنه قيل بعد 4 من سنه جزاكم الله خيرا. അപ്പൊ ഇതാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ വവാഫഖൽ 20 മിൻ നൈസാന അവിടെ വരെയായിരുന്നു നമ്മൾ വിശദീകരിച്ചത്. ഇനി ഇന്ന് എടുക്കാനുള്ളത് വഖബ്ലഹു ഹൈനു അബീഹി ഹാന. ഷെയ്ഖ് റഹിമഹുല്ലാ ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, വഖബ്ലഹു ഹൈനു അബീഹി ഹാന, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നതിന് മുൻപ്. ഹൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹലാക്ക് എന്നാണ് അർത്ഥം, അഥവാ മരണപ്പെട്ടു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നതിന് മുന്നേ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പ മരണപ്പെട്ടു എന്നാണ് ഷെയ്ഖ് റഹിമഹുല്ലാ ഇവിടെ പറയുന്നത്. എന്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവിന്റെ പേര്? എന്താണ്? അബ്ദുല്ലാഹ് ഇബ്നു അബ്ദുൽ മുത്തലിബ് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ പേര്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനന ശേഷമാണോ അതല്ല അതിനു മുൻപ് തന്നെ ഉപ്പ മരിച്ചിട്ടുണ്ടോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. അഥവാ റസൂൽ ജനിച്ചതിന് ശേഷമാണോ അതല്ല റസൂൽ ജനിക്കുന്നതിന് മുന്നേയാണോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പ മരണപ്പെട്ടത് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ 2 അഭിപ്രായമുണ്ട്. ശരിയായ അഭിപ്രായമായി മനസ്സിലാകുന്നത് അല്ലാഹു ആലം ഉമ്മയുടെ വയറ്റിലുള്ളപ്പോൾ ആണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പ മരണപ്പെട്ടത് എന്നതാണ്. കാരണം ഈ ഒരു അഭിപ്രായമാണ് ഇബ്നു ഇസ്ഹാഖ് അദ്ദേഹത്തിന്റെ സീറ ഗ്രന്ഥത്തിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇബ്നു സഅദ് അദ്ദേഹത്തിന്റെ തബഖാത്തിലും, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സാദിലും, ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ ബിദായ വന്നിഹായ എന്ന ഗ്രന്ഥങ്ങളിലെല്ലാം ഈ ഒരു അഭിപ്രായമാണ് കൊടുത്തതായി കാണുന്നത്. ഈ ഒരു അവസ്ഥയാണ്, അഥവാ ഉമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കെ മരണപ്പെടുക എന്നുള്ളതാണ് അനാഥത്വത്തിന്റെ ഏറ്റവും പ്രയാസഘട്ടമെന്ന് പൊതുവെ പറയാറുള്ളത്. അഥവാ ഉമ്മയുടെ വയറ്റിലായിരിക്കെ തന്നെ ഉപ്പ മരണപ്പെടുക എന്നുള്ളതാണ് അനാഥത്വത്തിന്റെ ഏറ്റവും പ്രയാസഘട്ടമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ യതീമായതിനെ പറ്റി ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി കാണാം, അലം യജിദ്ക യതീമൻ ഫആവ, അലം യജിദ്ക യതീമൻ ഫആവ, റസൂലേ അങ്ങയെ നാം യതീമായി കണ്ടു, ഫആവ എന്നിട്ട് എല്ലാവിധ സംരക്ഷണവും നാം അങ്ങേക്ക് നൽകി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. സഹോദരങ്ങളെ, സാന്ദർഭികമായി പറയാനുള്ളത് ഈ ഒരു സൂറത്തുൽ ളുഹ, സുബ്ഹാനല്ലാഹ്, നമുക്ക് പാരായണം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു ഈമാനികമായും അതുപോലെ തന്നെ നമ്മുടെ പ്രയാസങ്ങളുമൊക്കെ
മാറ്റാൻ പറ്റുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ളുഹ. അതിന്റെ അർത്ഥം അറിഞ്ഞ് പാരായണം ചെയ്യുമ്പോൾ നമുക്ക് ഏതവസ്ഥയിലും ഒരു സമാധാനമാണ്. വല്ലാത്തൊരു ആയത്തുകളാണ് അതിലുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാനിപ്പിച്ചുകൊണ്ട് പല കാര്യങ്ങളും അതിൽ പറയുന്നതായി കാണാം. ഇതുപോലെ തന്നെയാണ് സഹോദരങ്ങളെ ഖുർആൻ മുഴുവനായിട്ടും. ഇത് ചെറിയൊരു സൂറത്തിന്റെ അവസ്ഥ മാത്രമാണ്. പക്ഷേ ഖുർആൻ മുഴുവനായി അർത്ഥമറിഞ്ഞ് പാരായണം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എന്തായാലും മാറുമെന്നുള്ളതിന് ധാരാളം തെളിവുകൾ ഉണ്ട്. ഇൻഷാ അല്ലാഹ് സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പ മരണപ്പെടുന്നത് മദീനയിലാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പ മരണപ്പെടുന്നത് മദീനയിലാണ്. അവിടെയാണ് മറമാടുകയും ചെയ്തത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയെ. ഇതാണ് ഉപ്പയെ പറ്റിയുള്ള കാര്യങ്ങൾ. ഉപ്പയെ പറ്റി പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക. അടുത്തത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരൊക്കെയാണ് മുല ഊട്ടിയത് എന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുല കൊടുത്തത് ആരൊക്കെയാണ് എന്നുള്ളതാണ് അടുത്തത്. സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചതിന് ശേഷം ആദ്യ സമയങ്ങളിൽ റസൂലിനെ പാലൂട്ടിയത് ഉമ്മയായ ആമിനയാണ്. ആമിനയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദ്യ കാലഘട്ടങ്ങളിൽ, റസൂൽ ജനിച്ചതിന് ശേഷം ആദ്യ കാലഘട്ടങ്ങളിൽ റസൂലിന് പാലൂട്ടിയത് ഉമ്മയായ ആമിനത്തു ബിൻത് വഹബാണ്. അതിനുശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പാല് നൽകിയത് സുവൈബയാണ്. സുവൈബ അഥവാ അബൂലഹബിന്റെ അടിമ സ്ത്രീയായ സുവൈബ. ഇമാം അത്തബരി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം, അവ്വലു മൻ അർളഅ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുവൈബ. ഇമാം അത്തബരി റഹിമഹുല്ലാ പറയുകയാണ്, അവ്വലു മൻ അർളഅ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒന്നാമതായി പാലൂട്ടിയത് അഥവാ ആമിനക്ക് ശേഷം റസൂലിനെ ഒന്നാമതായി പാലൂട്ടിയത് ആരാണ്? സുവൈബയാണ് എന്ന് ഇമാം അത്തബരി റഹിമഹുല്ലാ പറയുന്നതായി കാണാം. മറ്റൊരു വലിയ ചരിത്രം വിശദീകരിക്കുന്ന ഒരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം, അർളഅത്നി സുവൈബ, എന്നെ സുവൈബ പാലൂട്ടിയിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ഥിരപ്പെട്ട ഒരു ഹദീസിൽ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ രണ്ടുപേരായി, ഒന്നാമത്തേത് ഉമ്മയായ ആമിന, രണ്ടാമത്തേത് സുവൈബ, മൂന്നാമത്തേത് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഹലീമയാണ്. പൊതുവെ എല്ലാവർക്കും പരിചയമുള്ളതാണ്. ഹലീമ ബിൻത് അബി ദുഐബ് എന്നാണ് അവിടത്തേക്കുള്ള നാമം. ഹലീമ ബിൻത് അബി ദുഐബ്. സഹോദരങ്ങളെ, നമുക്കറിയുന്നത് പോലെ പണ്ട് മുതൽ തന്നെ ധാരാളം ആളുകൾ യാത്ര ചെയ്തു പോയിരുന്ന സ്ഥലമായിരുന്നു മക്ക എന്നുള്ളത്. അല്ലെ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അഥവാ ഹജ്ജിനു വേണ്ടിയും ഉംറയ്ക്ക് വേണ്ടിയും, അതിന് മാത്രമല്ല അതിന് പുറമെ കച്ചവട ആവശ്യങ്ങൾക്ക് വേണ്ടിയും മക്കയിലേക്ക് ധാരാളം ആളുകൾ വരാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ രോഗാവസ്ഥയും വളരെ കൂടുതലായിരുന്നു. പല നാടുകളിൽ നിന്നും പല ദേശങ്ങളിൽ നിന്നും ആളുകൾ കൂട്ടം കൂട്ടമായി മക്കയിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ അവിടെ രോഗങ്ങൾ ധാരാളമായി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ നിന്നിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു, ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള ഉൾഗ്രാമങ്ങളിലേക്ക് കുട്ടികളെ കൊടുത്തയക്കുമായിരുന്നു. അഥവാ ഈ രോഗം വരാതിരിക്കാൻ മറ്റു ചില ഉലമാക്കൾ പറഞ്ഞതായി കാണാം, നല്ല ഭാഷ സംസാരിക്കാൻ വേണ്ടിയാണ് എന്നും ചില ഉലമാക്കൾ പറഞ്ഞതായി കാണാം. കാരണം എന്താണ്? പറഞ്ഞതുപോലെ മറ്റു നാടുകളിൽ നിന്ന് പല ആളുകളും വന്നതുകൊണ്ട് തന്നെ അറബി ഭാഷക്ക് അല്ലെങ്കിൽ ആ ഭാഷക്ക് പല പോരായ്മകളും സംഭവിച്ചു എന്നുള്ളത്, മറ്റു രാജ്യക്കാരുമായുള്ള സംസാരവും മറ്റും മൂലം. അങ്ങനെ ആ സംസാരം വരാതിരിക്കാൻ വേണ്ടിയും എന്നും ചില ഉലമാക്കൾ പറഞ്ഞതായി കാണാം. എന്നിരുന്നാലും അവിടെയുള്ള ഉൾഗ്രാമങ്ങളിൽ കുട്ടികളെ പറഞ്ഞയക്കാറായിരുന്നു മക്കക്കാരുടെ പതിവ്. ഏതെങ്കിലും ഒരു സ്ത്രീയുടെ അടുത്ത് മുലയൂട്ടാൻ വേണ്ടി ഏൽപ്പിക്കലായിരുന്നു പൊതുവെയുള്ള അവരുടെ പതിവ്. അതിന് അവർ തെരഞ്ഞെടുത്ത സ്ഥലമായിരുന്നു തായിഫ് എന്നുള്ളത്. മക്കക്കാർ പൊതുവെ അതിനുവേണ്ടി തെരഞ്ഞെടുത്ത സ്ഥലം ഏതാണ്? തായിഫാണ്. മക്കയുടെ അടുത്തു തന്നെയുള്ള പ്രദേശമാണ് തായിഫ് എന്നുള്ളത്. അവിടെയാണ് ബനു സഅദ് ഗോത്രമുള്ളത്. ബനു സഅദ് എന്നുള്ള ഗോത്രമുള്ളത്. ഈ ഗോത്രത്തിലേക്കാണ് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നൽകിയിരുന്നത്. ബനു സഅദ് എന്ന ഗോത്രത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുലയൂട്ടാൻ വേണ്ടി നൽകിയിരുന്നു.
അതുകൊണ്ട് തന്നെ റസൂലിനെ ഏറ്റവും കൂടുതൽ മുലയൂട്ടിയത് ആരാണ്? ഹലീമയാണ്. ഹലീമ എന്ന സ്ത്രീയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും ധാരാളമായി മുല കൊടുത്തിരുന്നത്. ഹലീമത്തു സഅദിയ എന്നാണ് ആ സ്ത്രീ അറിയപ്പെടുന്നത്. കാരണം ബനു സഅദ് ഗോത്രത്തിൽ ആണ് അവർ ജനിച്ചത്. അതുകൊണ്ട് തന്നെ ഹലീമത്തു സഅദിയ എന്നാണ് അവർ അറിയപ്പെടുന്നത്. 2 വർഷത്തിന് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ 2 വർഷത്തിന് ശേഷം നല്ല ആരോഗ്യാവസ്ഥയിൽ ഉമ്മയുടെ അടുത്തേക്ക് റസൂലിനെയും കൂട്ടി ഹലീമ പോവുകയാണ്. അതാണ് ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി റഹിമഹുല്ലാ ശേഷം പറഞ്ഞത്, വബഅദ ആമൈനി ഗദാ ഫതീമ ജാഅത് ബിഹി മുർളിഉഹു സലീമ. അവിടുന്ന് ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി റഹിമഹുല്ലാ പറയുകയാണ്, വബഅദ ആമൈൻ 2 വർഷത്തിന് ശേഷം ഗദാ ഫതീമ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നല്ല രീതിയിൽ മുലയൂട്ടുകയുണ്ടായി. ജാഅത് ബിഹി മുർളിഉഹു സലീമ. അതിനുശേഷം നല്ല ആരോഗ്യാവസ്ഥയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൊണ്ട് ഹലീമ ഉമ്മയായ ആമിനയുടെ അടുക്കലേക്ക് പോയി. ഹലീമത്തുൽ ലി ഉമ്മിഹി വആദത് ബിഹി ലി അഹ്ലിഹാ കമാ അറാദത്. അഥവാ ഹലീമ അവിടുന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കൂട്ടി ഉമ്മയായ ആമിനയുടെ അടുക്കലേക്ക് പോവുകയുണ്ടായി. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിട്ടു നൽകാൻ ഹലീമക്ക് മനസ്സിന് വല്ലാത്ത പ്രയാസമായിരുന്നു. ഹലീമയുടെ മനസ്സ് അനുവദിച്ചില്ല. കാരണം അത്രയും ഇഷ്ടമായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഹലീമക്ക്. അതുകൊണ്ട് തന്നെ തിരിച്ചു ഉമ്മയെ ഏൽപ്പിക്കാൻ ഹലീമക്ക് സാധിച്ചിരുന്നില്ല എന്നാണ്. മാത്രമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നതോടുകൂടി ഹലീമയുടെ ജീവിതത്തിൽ വളരെയധികം ബറക്കത്തുണ്ടായിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ അവരുടെ നാൽക്കാലികൾക്ക് വളരെ ധാരാളമായി പാല് ലഭിച്ച അവസ്ഥ, അതുപോലെ തന്നെ അവരുടെ സമ്പത്തിൽ വളരെയധികം ബറക്കത്ത് ലഭിച്ച ഇങ്ങനെയുള്ള അവസ്ഥകൾ വന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇതുകൊണ്ട് തന്നെ ഹലീമക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരിച്ചേൽപ്പിക്കാൻ മനസ്സുണ്ടായിരുന്നില്ല. അവർ ആമിനയോട് പറഞ്ഞതായി ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഇങ്ങനെ കാണാൻ സാധിക്കും, മക്കയിലെ കാലാവസ്ഥ, രോഗവും അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്റെ കൂടെ വിട്ടയക്കണം. അഥവാ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗവും അതുപോലെയുള്ള കാര്യങ്ങളും വരാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കിക്കൊള്ളാം, എന്റെ കൂടെ തിരിച്ചയക്കണം എന്ന് പറഞ്ഞു. ആമിന അത് സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ എത്ര പേരായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുലയൂട്ടിയത്? 3 ആളായി. ഒന്ന് ആമിന, രണ്ടാമത്തേത് സുവൈബ, മൂന്നാമത്തേത് ഹലീമ. ബാറക്കല്ലാഹു ഫീക്കും. അങ്ങനെ ഈ 3 ആളുകളാണ്. ഇതിൽ ആമിന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുലയൂട്ടിയത് 7 ദിവസമാണ് എന്ന് ഇബ്നു ജമാഅ റഹിമഹുല്ലാ അദ്ദേഹത്തിനെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. 7 ദിവസമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആമിന മുലയൂട്ടിയത് എന്ന് ഇബ്നു ജമാഅയെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. ഹലീമയുടെ ഭർത്താവിന്റെ പേര് ഹാരിസ് ഇബ്നു അബ്ദുൽ ഉസ്സ എന്നാണ്. ഹാരിസ് ഇബ്നു അബ്ദുൽ ഉസ്സ എന്നാണ് ഹലീമയുടെ ഭർത്താവിന്റെ പേര്. ഈ 3 പേർ മുലയൂട്ടിയിട്ടുണ്ട് എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ എന്തില്ല? അഭിപ്രായ ഭിന്നതയില്ല. ഈ 3 ആളുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുലയൂട്ടിയിട്ടുണ്ട് എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയില്ല. 4ാമതായി ഒരാൾ കൂടി മുലയൂട്ടിയിട്ടുണ്ട് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. ബനു സഅദ് ഗോത്രത്തിലെ തന്നെ ഹലീമ അല്ലാതെ മറ്റൊരു സ്ത്രീ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുലയൂട്ടിയതായി നമുക്ക് കാണാൻ സാധിക്കും. ഇബ്നു സഅദ് അദ്ദേഹത്തിന്റെ തബഖാത്തിൽ ഈ വിഷയം പറഞ്ഞതായി കാണാം. ഇബ്നു സഅദ് അദ്ദേഹത്തിന്റെ ചരിത്ര ഗ്രന്ഥമായ തബഖാത്തിൽ ഈ സംഭവം പറഞ്ഞതായി കാണാം. അതുപോലെ തന്നെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം ഹംസ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്ന ആ ഒരു സംഭവം ഇങ്ങനെയാണ്. എന്താണ്? ഹംസത്തു റളിഉൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിൻ ജിഹതൈൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഹംസ റളിയല്ലാഹു അൻഹുവും 2 ആളുകളിൽ നിന്ന് മുല കുടിച്ചിട്ടുണ്ട്. ഹംസയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും. ഒന്ന് മിൻ ജിഹതി സുവൈബ. ആരിൽ നിന്നാണ്? സുവൈബയിൽ നിന്ന് ഹംസ റളിയല്ലാഹു അൻഹുവും അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുല കുടിച്ചിട്ടുണ്ട്. വമിൻ ജിഹതി സഅദിയ. അതുപോലെ തന്നെ ബനു സഅദ് ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീയിൽ നിന്നും റസൂലും അതുപോലെ തന്നെ
ഹംസ റളിയല്ലാഹു അൻഹും മുലയൂട്ടിയിട്ടുണ്ട് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ സാദുൽ മആദിൽ പറഞ്ഞതായി കാണാം. അപ്പോൾ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് നാലാമത്തെ ആളുടെ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട്, എന്നാൽ മൂന്നാളുകളുടെ വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അടുത്ത വിഷയം സഹോദരങ്ങളെ, സുവൈബ മുസ്ലിം ആയിരുന്നോ എന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുല കൊടുത്ത സുവൈബ മുസ്ലിം ആയിരുന്നോ എന്നുള്ളതാണ്. ആ വിഷയത്തിലും പണ്ഡിതന്മാർക്കിടയിൽ രണ്ടഭിപ്രായങ്ങൾ വന്നതായി കാണാൻ സാധിക്കും. അഥവാ ഒരു പറ്റം പണ്ഡിതന്മാർ അവിടുന്ന് മുസ്ലിം ആയിരുന്നു എന്ന് പറഞ്ഞതായി കാണാം, അതല്ല മുസ്ലിം അല്ല എന്നുള്ള അഭിപ്രായവും വന്നതായി കാണാം. എന്നാൽ ഈ വിഷയത്തിൽ വളരെ കൃത്യമായ അവലംബിക്കാൻ സാധിക്കുന്ന ഹദീസോ മറ്റോ നമുക്ക് കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ആ അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി ഹലീമയുടെ വിഷയത്തിൽ അഭിപ്രായ ഭിന്നത ഉണ്ടെങ്കിലും, അഥവാ ഹലീമ മുസ്ലിമാണോ അതല്ല മുസ്ലിം അല്ലേ എന്ന വിഷയത്തിൽ അഭിപ്രായ ഭിന്നത ഉണ്ടെങ്കിലും ഭൂരിഭാഗം ആളുകളുടെ അഭിപ്രായം മുസ്ലിമായിരുന്നു എന്നതാണ്. ഹലീമ മുസ്ലിമായിരുന്നു എന്നതാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും അഭിപ്രായം. ഇബ്നു ഹിബ്ബാനെ പോലെയുള്ള പണ്ഡിതന്മാർ ഇവർ ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറയുന്ന ഹദീസ് സഹീഹായി കൊടുത്തതായി കാണാം. ഇബ്നു ഹിബ്ബാൻ റഹിമഹുല്ലാ അദ്ദേഹം ഹലീമ റളിയല്ലാഹു അൻഹ അദ്ദേഹം അവിടുന്ന് മുസ്ലിമായിരുന്നു എന്ന് പറയുന്ന ഹദീസ് സഹീഹായി കൊടുത്തതായി കാണാം. സാലിഹി റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, ഖദ് ദക്കറഹ ജമാഅത്തും മിന സഹാബ, ഹലീമയെ സഹാബിയാണ് എന്ന് ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. അഥവാ സഹാബിമാരുടെ എണ്ണം കൂട്ടുമ്പോൾ ഹലീമ റളിയല്ലാഹു അൻഹയെയും കൂട്ടിയതായി കാണാമെന്ന് സാലിഹി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇബ്നു അബ്ദുൽ ബർ, അതുപോലെ തന്നെ മഹാനായ പണ്ഡിതൻ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ, ഇവരൊക്കെ സഹാബികളുടെ കൂട്ടത്തിലാണ് ഹലീമയെ എണ്ണിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു വിഷയം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തേത്, സുവൈബയുടെ വിഷയത്തിൽ പ്രത്യേകിച്ച് സഹീഹായ ഹദീസോ മറ്റോ വന്നിട്ടില്ല, പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. എന്നാൽ ഹലീമയുടെ വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ട് എങ്കിലും ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത് അവിടുന്ന് മുസ്ലിം ആയിരുന്നു എന്നുള്ളതാണ്. അല്ലാഹു അഅലം. ഇനി സഹോദരങ്ങളെ, സംശയം വരാൻ സാധ്യതയുള്ള ഒരു വിഷയം മുലയൂട്ടലുമായി ബന്ധപ്പെട്ടാണ്. എത്ര വർഷമാണ് മുലയൂട്ടേണ്ടത്? 2 വർഷമാണ് അല്ലെ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വൽവാലിദാതു യുർലിഅന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈനി ലിമൻ അറാദ അയ്യുതിമ്മ റളാഅ. ആരാണോ കുട്ടിക്ക് പരിപൂർണമായ മുലയൂട്ടൽ ഉദ്ദേശിക്കുന്നത് അവർ ഹൗലൈനി കാമിലൈൻ 2 വർഷം അവർ മുലയൂട്ടിക്കൊള്ളട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ റഹിമഹുല്ലാ അവിടുന്ന് പറയുകയാണ്, ഹാദാ ഇർശാദുൽ ലിൽ വാലിദാതി അയ്യുർലിഅന ഔലാദഹുന്ന കമാല റളാഅ വഹിയ സനതാൻ. ആരാണോ പരിപൂർണമായ മുലയൂട്ടൽ ഉദ്ദേശിക്കുന്നത് അവർ 2 വർഷം കുട്ടിയെ മുലയൂട്ടിക്കൊള്ളട്ടെ എന്ന് ഇബ്നു കസീർ റഹിമഹുല്ലാ പറഞ്ഞതായി കാണാം. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ, മുലയൂട്ടൽ അതിന്റെ പരിപൂർണമായ അവസ്ഥ എത്രയാണ്? 2 വർഷമാണ്. പരിപൂർണമായി ഒരാൾ മുലയൂട്ടാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ അവർ 2 വർഷം മുലയൂട്ടിക്കൊള്ളട്ടെ. ഇനി ഈ 2 വർഷം നമ്മൾ പരിഗണിക്കേണ്ടത് എന്തിനെ പരിഗണിച്ചുകൊണ്ടാണ്? ഹിജറ വർഷം പരിഗണിച്ചുകൊണ്ടാണ് അല്ലെ? ചില ആളുകൾ നമ്മുടെ നാട്ടിലെ ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം എന്ത് ചെയ്യാറുണ്ട്? ഇങ്ങനെയുള്ള വിഷയങ്ങൾ കണക്കുകൂട്ടാറുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. പൊതുവെ ആളുകൾക്ക് തെറ്റുപറ്റാൻ സാധ്യത കൂടുതലായിട്ടുള്ള ഒരു വിഷയമാണിത് അല്ലെ? ചില ആളുകൾ ചോദിച്ചാൽ അയ്യാമുൽ ബീദിന്റെ നോമ്പ് വരെ ഇംഗ്ലീഷ് കലണ്ടർ നോക്കിയെടുത്ത ആളുകളുണ്ട്, അറിവില്ലായ്മ കൊണ്ടാണ്. അതുപോലെ തന്നെ സക്കാത്തിന്റെ വിഷയവും നമ്മൾ പരിഗണിക്കേണ്ടത് ഹിജറ കലണ്ടർ ഉപയോഗിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ഹിജറ വർഷം പരിഗണിച്ചുകൊണ്ടാണ്. ഈ ഒരു വിഷയം നമ്മൾ ശ്രദ്ധിക്കണം. എന്താണ് കാരണം? ഇത് രണ്ടും തമ്മിൽ, ഈ 2 ദിവസം അല്ലെങ്കിൽ ഈ 2 വർഷങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട്. ഹിജറ വർഷവും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഇംഗ്ലീഷ് വർഷവും തമ്മിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. ഹിജറ വർഷം എത്രയാണുള്ളത്? വർഷം 354. എന്നാൽ ഇംഗ്ലീഷ് വർഷം നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് വർഷം എത്ര ദിവസങ്ങളാ? 365. എത്ര ദിവസം വ്യത്യാസമുണ്ട്? 11 ദിവസം തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ഈ ഒരു വിഷയം നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പരിപൂർണമായ മുലയൂട്ടൽ 2 വർഷമാണ്. ഇനി 2 വർഷത്തിന് മുൻപ് മുലയൂട്ടൽ നിർത്താമോ? 2 വർഷത്തിന് മുൻപേ മുലയൂട്ടൽ നിർത്താമോ? ഇതാണ് സംശയം വരാൻ സാധ്യതയുള്ളത്.
നിർത്തൽ അനുവദനീയമാണ്. 2 വർഷം അതിനു മുൻപേ, അഥവാ 2 വർഷം പൂർത്തിയാക്കാതെ അതിനു മുൻപ് മുലയൂട്ടൽ നിർത്താമോ? അനുവദനീയമാണ്, 2 നിബന്ധനയോടുകൂടി. മുത്തലഖനല്ല, നിരുപാധികമല്ല, മറിച്ച് 2 നിബന്ധനയോടുകൂടി 2 വർഷത്തിന് മുൻപ് മുലയൂട്ടൽ നിർത്താമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. ഒന്നാമത്തെ നിബന്ധന, ശാരീരികമായി കുട്ടിക്ക് പ്രശ്നമുണ്ടാകാൻ പാടില്ല. ശാരീരികമായി ആ കുട്ടിക്ക് ഈ മുലകുടി നിർത്തുന്നത് കൊണ്ട് പ്രശ്നമുണ്ടാകാൻ പാടില്ല. ഇതാണ് ഒന്നാമത്തെ നിബന്ധന. രണ്ടാമത്തേത്, ഭാര്യയും ഭർത്താവും തമ്മിൽ അതൃപ്തി ഉണ്ടാകാൻ പാടില്ല. ഉദാഹരണത്തിന് ഭാര്യ പറയാണ് ഞാൻ 2 വർഷം തന്നെ മുലയൂട്ടും. അപ്പൊ ഭർത്താവ് പറയാണ് വേണ്ട, 1.5 വർഷം പാല് കൊടുത്താൽ മതി. ഇവർ തമ്മിൽ എന്തായി? ഭിന്നതയിലായി. അങ്ങനെയുള്ള അവസ്ഥ വരികയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? 2 വർഷം തന്നെ പൂർത്തിയാക്കണം. 2 വർഷം തന്നെ പൂർത്തിയാക്കണം. എന്നാൽ രണ്ടാളും ഒരുമിച്ച് തീരുമാനം എടുക്കുകയാണ്, വേണ്ട 1.5 വർഷം തന്നെ മതി എന്നാണെങ്കിൽ ആദ്യം പറഞ്ഞ നിബന്ധനയും കുട്ടിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നാണെങ്കിൽ നിർത്താമെന്ന് ഇമാം ഖുർത്തുബി റഹിമഹുല്ലയും അതുപോലെ തന്നെ ഇമാം നാസർ അസ്സഅദി റഹിമഹുല്ലയും പറഞ്ഞതായി കാണാം ഈ ഒരു വിഷയം. ശേഷം ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി റഹിമഹുല്ല അദ്ദേഹം പറയുകയാണ്, ഫബഅദ ശഹ്റൈൻ ഇൻശിഖാഖു ബത്നിഹി വഖീല ബഅദ 4 മിൻ സിന്നിഹി. എന്നിട്ട് അവിടുന്ന് പറയുകയാണ് അതിനുശേഷം ഉണ്ടായ സംഭവം, ഫബഅദ ശഹ്റൈൻ ഇൻശിഖാഖു ബത്നിഹി, അഥവാ മുല കുടി അത് കഴിഞ്ഞതിന് ശേഷം 2 വയസ്സിന് ശേഷം, 2 വയസ്സായി പിന്നീട് 2 മാസത്തിന് ശേഷം, അഥവാ 2 വയസ്സും 2 മാസത്തിന് ശേഷം ഇൻശിഖാഖു ബത്നിഹി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ചു പിളർന്നു. പക്ഷെ ഇവിടെ കൊടുത്തത് ബത്ൻ എന്നാണ്. ബത്ൻ എന്ന് പറഞ്ഞാൽ വയറിനാണ് പറയുക, പക്ഷെ ഉദ്ദേശം എന്താണ്? നെഞ്ചു പിളർന്നതാണ്. ഫബഅദ ശഹ്റൈൻ ഇൻശിഖാഖു ബത്നിഹി, അങ്ങനെ 2 വയസ്സും 2 മാസത്തിനു ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ചു പിളരുന്ന ആ ഒരു സംഭവം ഉണ്ടായി. വഖീല, ഇങ്ങനെ പറയപ്പെടുന്നുണ്ട്, ബഅദ 4 മിൻ സിന്നിഹി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 4 വയസ്സായതിനു ശേഷമാണ് ഇത് സംഭവിച്ചത് എന്നും ഒരഭിപ്രായമുണ്ട് എന്ന് ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്. സഹോദരങ്ങളെ, ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്രാമത്തെ വയസ്സിലാണ് നെഞ്ച് പിളർന്നത് എന്നതാണ്. എന്താണ് നെഞ്ച് പിളർന്നത് എന്നുകൊണ്ടുള്ള ഉദ്ദേശം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഖ്ഖുസ് സദ്ർ എന്ന് പറയുന്നതായി കാണാം ചരിത്ര ഗ്രന്ഥങ്ങളിൽ. ഷഖ്ഖുസ് സദ്ർ എന്താണ്? നെഞ്ച് പിളർന്നുകൊണ്ട് ഹൃദയം എടുത്തുകൊണ്ട് സംസം വെള്ളം ഉപയോഗിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം വൃത്തിയാക്കുകയും പിന്നീട് ഓരോ ആളുകൾക്കും ശൈത്താന്റെ ഒരു ഹല്ല് ഉണ്ടാകുമെന്നാണ്, ശൈത്താന്റെ ഒരു ഓഹരി. അതുകൊണ്ടാണ് നമുക്ക് തിന്മയിലേക്ക് നമ്മുടെ മനസ്സ് ചാഞ്ചാടുന്നത്. നമ്മുടെ മനസ്സ് തിന്മയിലേക്ക് ചാഞ്ചാടാനുള്ള കാരണം എന്താണ്? ശൈത്താന്റെ ഒരു ഓഹരി ഉള്ളത് കൊണ്ടാണ്. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിൽ നിന്നും സംസം വെള്ളം ഉപയോഗിച്ച് ശുദ്ധീകരിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രത്തിൽ അങ്ങനെയുള്ള മോശമായ കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. ഇതാണ് ഷഖ്ഖു സദ്ർ എന്നുകൊണ്ടുള്ള ഉദ്ദേശം. ഇതാദ്യമായി എത്രാമത്തെ വയസ്സിലാണ് ഉണ്ടായത്, അഥവാ നെഞ്ച് പിളർത്തി ഹൃദയം ശുദ്ധീകരിച്ചത്? 2 അഭിപ്രായമാണ് ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി റഹിമഹുല്ല പറഞ്ഞത്. നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഒന്നാമത്തെ അഭിപ്രായം 2 വയസ്സും 2 മാസവും. രണ്ടാമത്തെ അഭിപ്രായം 4 വയസ്സ്. ബറക്കല്ലാഹു ഫീക്കും. 4 വയസ്സാണ്. ഇതാണ് 2 അഭിപ്രായങ്ങൾ. ഇതിൽ ശരിയായ അഭിപ്രായം അല്ലാഹു അലം 4 വയസ്സുള്ളപ്പോൾ ആണ് എന്നുള്ളതാ. 4 വയസ്സുള്ളപ്പോഴാണ് എന്നുള്ളതാണ് ഒന്നാമതായി ഈ സംഭവം സംഭവിച്ചത് എന്നതാണ്. ഇബ്നു ഹിഷാം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സീറയിൽ, സീറത്തു ഇബ്നു ഹിഷാം എന്നറിയപ്പെടുന്ന ഇബ്നു ഹിഷാം രചിച്ച അദ്ദേഹത്തിന്റെ സീറ ഗ്രന്ഥത്തിൽ പറഞ്ഞതായി കാണാം വലിയൊരു ഹദീസ് അതിൽ സഹീഹായി വന്നതായി കാണാം. സഹാബിമാർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അഖ്ബിർനാ അൻ നഫ്സിക്, റസൂലെ അങ്ങയെപ്പറ്റി നമുക്ക് അറിയിച്ചു തന്നാലും എന്ന് സഹാബിമാർ പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അന ജഅവതു അബി ഇബ്രാഹിം, ഞാൻ എന്റെ ഉപ്പയായ ഇബ്രാഹിമിന്റെ ദുആ കൊണ്ട് വന്നയാളാണ്. വബുശ്റ അഖി ഈസ അലൈഹി സ്വലാത്തു വസ്സലാം എന്നെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്, അല്ലെ? നമുക്കറിയുന്നതാണ്. ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. ഏതാണ് ആയത്ത്? ആർക്കറിയാം? ഏതാണ് ആയത്ത്? അയ്യോ, യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്, എനിക്ക് ശേഷം ഒരു നബി വരുന്നുണ്ട്. യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ് എന്ന് പറയുന്ന ഒരു നബി എനിക്ക് ശേഷം വരാനുണ്ട് എന്ന്
ഈസ അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ സമുദായത്തോട് സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞത് വബുശ്റ അഖി ഈസ. ഈസ അലൈഹി സ്വലാത്തു വസ്സലാം എന്നെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഈ ഹദീസിന്റെ വലിയൊരു ഹദീസാണ്. അതിന്റെ അവസാനം ഇങ്ങനെ കാണാം, ഫബൈനമാ അന മഅ അഖില്ലി ഖൽഫ ബുയൂതിനാ നർആ ബഹ്മാ. ഞാൻ എന്റെ ഒരു സഹോദരനോടൊപ്പം ഇങ്ങനെ ഒരു വീട്ടിന്റെ പുറകിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഖൽഫ ബുയൂതിനാ നർആ ബഹ്മൻ, നമ്മൾ നമ്മുടെ ആടുകളെ ഇങ്ങനെ മേക്കുന്ന വേളയിൽ ഇദ് അതാനി റജുലാൻ, രണ്ടാളുകൾ വരികയും എന്നിട്ട് എന്റെ നെഞ്ച് പിളരുകയും ചെയ്തു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. അപ്പോൾ ഇവിടെ ആടുമേക്കുമ്പോൾ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. പൊതുവെ 2 വയസ്സുള്ള കുട്ടിക്ക് ആടിനെ മേക്കാൻ പറ്റുമോ? ഇല്ല. 2 വയസ്സുള്ള ഒരു കുട്ടിക്ക് ആടിനെ മേക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ഈ ഒരു ഹദീസിൽ നിന്ന് ഉലമാക്കൾ പറഞ്ഞതായി കാണാം, 4 വയസ്സുള്ളപ്പോഴാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ച് പിളർന്ന സംഭവം ഉണ്ടായത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. മാത്രമല്ല, ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഈ രീതിയിലുള്ള സൂചന, അഥവാ 4 വയസ്സിലാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു ഹദീസ് പറഞ്ഞതായി കാണാം. ഇതാണ് ഒന്നാമത്തെ വിഷയം. ഇനി സഹോദരങ്ങളെ, എത്ര തവണയാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്? അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ച് പിളർന്ന സംഭവം ഇത് എത്ര തവണയാണ് സംഭവിച്ചിട്ടുള്ളത്? 1-ലധികം തവണ ഉണ്ട് എന്നതിൽ പണ്ഡിതന്മാർക്ക് തർക്കമില്ല. 1-ലധികം ഉണ്ട് എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയില്ല. അഥവാ 2ആണോ 3ആണോ 4ആണോ എന്നതിലാണ് തർക്കം. 1 തവണ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ 1-ലധികം തവണ സംഭവിച്ചിട്ടുണ്ട് എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയില്ല. മറിച്ച് അത് 3ആണോ 4ആണോ 5ആണോ എന്ന വിഷയത്തിലാണ് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുള്ളത്. ഇബ്നു ഹജർ അൽ അസ്കലാനി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സഹീഹുൽ ബുഖാരിയുടെ ശർഹായ ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞതായി കാണാം, 3 തവണയാണ്. അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ച് പിളർന്ന സംഭവം സംഭവിച്ചത് 3 തവണയാണ് എന്ന് ഇബ്നു ഹജർ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞതായി കാണാം. ഒന്നാമത്തെ സംഭവം എപ്പോഴാ? നമ്മൾ ഈ സൂചിപ്പിച്ച സംഭവം. അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറുപ്പത്തിൽ തന്റെ കൂട്ടുകാരനോടൊപ്പം കളിക്കുമ്പോൾ 2 ആളുകൾ വന്ന് ആ നെഞ്ചു പിളർത്തിയ സംഭവം. രണ്ടാമത്തേത് പ്രവാചകത്വം നൽകുന്ന വേളയിൽ, അഥവാ 40-ാമത്തെ വയസ്സിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബൂവത്ത് ലഭിക്കുന്ന വേളയിൽ ഇതുപോലെ നെഞ്ച് പിളർത്തുകയും പിന്നീട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം ശുദ്ധീകരിക്കുകയും ചെയ്തു. 3-ാമത്തെ സംഭവം മിഅ്റാജിന്റെ രാത്രിയിലാണ്. ഇസ്രാ മിഅ്റാജ് ഇൻഷാ അല്ലാഹ് അത് വരും, എന്താണ് എന്നുള്ളത് ഇൻഷാ അല്ലാഹ് നമ്മൾ വിശദീകരിക്കും. അഥവാ ഇസ്രാ മിഅ്റാജ് നടന്ന ആ വേളയിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഇബ്നു ഹജർ റഹിമഹുല്ലാ 3 സംഭവമാണ് കൊടുത്തത്. എന്നാൽ സാലിഹി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരം 4 തവണ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. 4 തവണ സംഭവിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ ഗ്രന്ഥമായ സുബുലുൽ ഹുദ വർ റഷാദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കൊടുത്തതായി കാണാം. ഇതിൽ 3 തവണ ഏതാണ്? നമ്മളിപ്പോൾ സൂചിപ്പിച്ച 3 തവണ ഏതൊക്കെയാ? ഒന്ന് ഏതാ? 4-ാം വയസ്സില്, പിന്നെ നുബുവത്ത്, പിന്നെ അഹ്സൻ ഇസ്രാ മിഅ്റാജ്. 4-ാമത്തെ സംഭവം സാലിഹി റഹിമഹുല്ല കൊടുക്കുന്നത് 10-ാമത്തെ വയസ്സിൽ ഈ ഒരു സംഭവം ഉണ്ടായി എന്നുള്ളതാണ്. 10-ാമത്തെ വയസ്സിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം പിളർത്തി, നെഞ്ച് പിളർത്തി ഹൃദയം എടുത്തു എന്നുള്ളതാണ്. എന്നാൽ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നത് അല്ലാഹു ആലം 2 തവണയാണ്. ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത് 2 തവണയാണ്. അതിൽ ഒന്നാമത്തേത് ഏതാണ്? നമ്മൾ ആദ്യം പറഞ്ഞ ബനു സഅദിലെ ആ സംഭവം. അഥവാ ബനു സഅദിലായിരിക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ആ കുട്ടികളുടെ കൂടെ കളിക്കുമ്പോൾ അല്ലെങ്കിൽ ആടിനെ മേക്കുമ്പോൾ ഉണ്ടായ സംഭവം ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. രണ്ടാമത്തേത് ഇസ്രാഇന്റെ രാത്രിയിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അത് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്നതാണ്. ഇത് രണ്ടും സ്ഥിരപ്പെട്ടു വന്നതാണ്, ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നതാണ്. മറ്റേത് രണ്ടും ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നതായി കാണാൻ സാധിക്കുകയില്ല. മറ്റേ 2 അഭിപ്രായങ്ങളും ഹദീസിൽ സ്ഥിരപ്പെട്ടതായി വന്നതായി കാണാൻ സാധിക്കുകയില്ല.
ഈ ഒരു സംഭവത്തെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നുണ്ട്. ഏതാണ് ആയത്തായിരിക്കും പറയാൻ പറ്റാ? എല്ലാവരും പഠിച്ച സൂറത്തായിരിക്കും. ഈ ശഖ്ഖു സദറിനെ പറ്റി അമ്മ ജുസിലാണ്. ആർക്കും അറിയില്ല? അലം നശ്റഹ് ലക സദ്റക്, അലം നശ്റഹ് ലക സദ്റക്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു വിളിച്ചുകൊണ്ട് പറയാണ്, അള്ളാഹുവിന്റെ റസൂലെ, അങ്ങേക്ക് ഹൃദയം നാം വിശാലമാക്കി തന്നില്ലേ എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല ഇതിനെക്കുറിച്ചാണ് പറയുന്നത് എന്ന് അദ്ദേഹത്തിന്റെ ഗ്രന്ഥമായ സാദുൽ മആദിൽ പറഞ്ഞതായി കാണാം. പറഞ്ഞതുപോലെ ശഖ്ഖു സദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ച് പിളർത്തുകയും ശേഷം ഹൃദയം എടുക്കുകയും അത് സംസം വെള്ളം ഉപയോഗിച്ചുകൊണ്ട് ശുദ്ധിയാക്കുകയും ശൈത്താന്റെ ഹള് അതിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തതാണ് ശഖ്ഖു സദർ എന്ന് ചില സഹാബിമാർ പറയുന്നതായി കാണാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ചിൽ ആ തുന്നൽ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന്. അഥവാ ശേഷം ഹൃദയം ഉള്ളിലേക്ക് തന്നെ വെച്ചുകൊണ്ട് അത് തുന്നിയ ആ ഒരു പാട് ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ചിൽ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പല സഹാബിമാരും പറഞ്ഞതായി കാണാം. ഇത് വിശ്വസിക്കാൻ മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും തടസ്സമുണ്ടോ? ഒരു തടസ്സവും ഇല്ല, ഒരു തടസ്സവും ഇല്ല. ഇതിലും വലിയ കാര്യങ്ങൾ വിശ്വസിക്കുന്നവരാണ് ആര്? മുസ്ലിമീങ്ങൾ. ഒരു പ്രയാസവും ഇല്ല, അൽഹംദുലില്ലാ. കാരണം അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും നമ്മുടെ കൺമുന്നിൽ തന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. പല കാര്യങ്ങളും. മറ്റു ചില കാര്യങ്ങൾ എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന്റെ പിന്നിലുള്ള ഹിക്മത്ത് പറഞ്ഞു തന്നിട്ടില്ല, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നിട്ടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാ കാര്യങ്ങളും കണ്ടു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ ആർക്കാണ് പണിയുള്ളത്? ആരായാലും വിശ്വസിക്കും, ആരായാലും വിശ്വസിക്കും. ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് പുലി എന്ന് പറയുന്ന സാധനം ഉണ്ട് എന്ന് ആരും നിഷേധിക്കൂല. കാരണം എന്താ? എല്ലാവരും അത് കണ്ടിട്ടുണ്ട്, എല്ലാ ആളുകളും പുലിനെ കണ്ടിട്ടുണ്ട്. പക്ഷേ മസീഹ് ദജ്ജാൽ എന്ന് പറയുന്ന സാധനം ഉണ്ട് എന്ന് ആരെ വിശ്വസിക്കൂ? മുസ്ലിമീങ്ങളെ വിശ്വസിക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ ഒരു കാര്യം പറയുന്നുണ്ട് മുഅ്മിനീങ്ങളെ പറ്റി, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെങ്ങനെയുള്ള ആളുകളാ? അദൃശ്യമായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരീക്ഷിക്കുകയാണ്. എന്തിനു വേണ്ടി? ആരൊക്കെ അള്ളാഹുവിനെ ഗൈബിൽ വിശ്വസിക്കുന്നുണ്ട് എന്ന്, അല്ലെങ്കിൽ അദൃശ്യമായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് യഥാർത്ഥത്തിൽ ചിന്തിക്കാൻ പറ്റുന്ന ധാരാളം കാര്യങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ വിട്ടേച്ചു പോയിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയെ പറ്റി പറയുന്ന ഹദീസ്. അഥവാ മസീഹ് ദജ്ജാൽ വന്നു കഴിഞ്ഞാൽ ആരുടേതാണ് ഈ വെള്ളക്കൊട്ടാരം എന്ന് ചോദിക്കുമെന്നാണ്. ആരുടേതാണ് ഈ വെള്ളക്കൊട്ടാരം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസ് സഹാബിമാർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ മസ്ജിദ് നബവി ഏതവസ്ഥയിലാ? ഈന്തപ്പനയുടെ ഓരോ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഉണ്ടാക്കിയ പള്ളിയാണ് മസ്ജിദ് നബവി. എന്നാൽ ഇപ്പൊ ഏതവസ്ഥയിലുള്ളത്? ഏതാ കളറ്? ഏതാ? വെള്ള കളറാണ്. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്ക്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് സഹാബിമാർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ പള്ളിയുടെ അവസ്ഥ എന്താണ്? ഒരാൾക്ക് നേരെ നിന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ എന്താവാം? തല തട്ടുന്ന അവസ്ഥയാണ്. പക്ഷെ അവിടെ മസീഹ് ദജ്ജാൽ വന്നു കഴിഞ്ഞാൽ ചോദിക്കുമെന്നാണ്, ആരുടേതാണ് ഈ വെള്ളക്കൊട്ടാരം എന്ന്. അത് റസൂല് പറയുമ്പോൾ സഹാബിമാർ ഉണ്ടായിരുന്ന പള്ളി, ഇപ്പോഴുള്ള പള്ളി എന്താണ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വിശ്വസിക്കാൻ മുസ്ലിമിന് ഒരു പ്രയാസമില്ല, ഒരു പ്രയാസമില്ല. എന്തുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് ആയത്? എന്തുകൊണ്ടാണ്? ചില സഹാബിമാർ പറഞ്ഞതായി കാണാം, അല്ലെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞതായി കാണാം, അദ്ദേഹം ധാരാളം നിസ്കാരങ്ങളോ അല്ലെങ്കിൽ ധാരാളം നോമ്പെടുത്തത് കൊണ്ടോ അല്ല, വലാകിൻ വഖറ ഫീ ഖൽബിഹി വലാകിൻ ഷൈഉൻ വഖറ ഫീ ഖൽബിഹി, അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഉണ്ടായ ഈമാനിന്റെ ആ ഒരു കാര്യം കൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ അബൂബക്കർ സിദ്ദീഖ് ആയത് എന്ന് പല സഹാബിമാരും അല്ലെങ്കിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇന്ന് ഇൻഷാ അല്ലാഹ് ഇതാണ് വിശദീകരിക്കാൻ ഉദ്ദേശിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങൾ അത് പ്രാവർത്തികമാക്കി, അല്ലായെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം അത് പഠിച്ച് അതിൽ നിന്ന്
ഗുണപാഠം ഉൾക്കൊണ്ട് ജീവിക്കാനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞതിൽ വല്ല ഖൈറുമുണ്ട് എങ്കിൽ അത് അള്ളാഹുവിൽ നിന്ന് മാത്രമുള്ളതാണ്, വല്ല ഷർറുമുണ്ട് എങ്കിൽ എന്നിൽ നിന്നും ശൈത്താനിൽ നിന്നുമുള്ളതാണ്. വഹാദാ വല്ലാഹു തആല അഅലമു ബിസ്സവാബ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.